എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ുക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. വിമതശല്യത്തിൽ ഉലഞ്ഞ UDF. തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിക്കെതിരെ കേരള കോൺഗ്രസ് നേതാവ് രാജു പുളിപ്പള്ളി വിമതൻ. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ സേവ് കോൺഗ്രസിന്റെ അബ്ദുൽ ഖാദർ മത്സരിക്കും. റാന്നിയിൽ സേവാദൾ നേതാവ് വിമതനാകും. പരവൂർ ദുരന്തത്തിൽ പരിക്കേറ്റവർക്കുള്ള സഹായധന വിതരണം പാളി. വില്ലേജ് ഓഫീസിൽ ഇരകളുടെ നീണ്ട കാത്തിരിപ്പ്. പ്രതിഷേധവുമായി GS ജയലാൽ MLAയുടെ കുത്തിയിരിപ്പ്. രാഷ്ട്രീയവൽക്കരണം പാടില്ലെന്ന് മുഖ്യമന്ത്രി. കാലതാമസം നടപടിക്രമങ്ങളുടേത്. പരവൂർ ദുരന്തത്തിൽ കുത്തഴിഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദം. പ്രധാനമന്ത്രി വന്നത് ബുദ്ധിമുട്ടായി എന്ന് DGPയെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി. തന്നെ മറികടന്ന് DGPയോട് പ്രത്യേക റിപ്പോർട്ട് തേടിയതിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് അതൃപ്തി. അപാകതയില്ലെന്ന് ചെന്നിത്തല. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. IT ജീവനക്കാരായ പ്രതികൾക്കെതിരെ കൊലയും ഗൂഢാലോചനയും തെളിഞ്ഞു. കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയും കൊന്ന അമ്മയ്ക്കും കാമുകനും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വർണ്ണപ്രഭ ചൊരിഞ്ഞ് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. പൂരാഘോഷം സുഗമമാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തുല്യ പ്രാധാന്യം നൽകും. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി ജോസഫ് എം പുതുശ്ശേരിക്കെതിരെ വിമതൻ. കേരള കോൺഗ്രസ് നേതാവ് തന്നെയായ രാജു പുളിപ്പള്ളിയാണ് വിമതനായി മത്സരിക്കുന്നത്. പ്രഖ്യാപിത സ്ഥാനാർത്ഥിയെ UDF നേതാക്കൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് താൻ വിമതനായി മത്സരിക്കുന്നതെന്ന് രാജു പുളിപ്പള്ളി പറഞ്ഞു. UDFിലെ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ജില്ലയിൽ വിമതരെത്തിയിരിക്കുന്നത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി കൂടിയായ രാജു പുളിയമ്പള്ളിയാണ് ജോസഫ് എം പുതുശ്ശേരിക്കെതിരെ വിമതനായി മത്സരിക്കുന്നത്. തിരുവല്ലയിലെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക തലത്തിൽ തന്നെ വൻ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. തിരുവല്ല സീറ്റ് കൈവിട്ട് പോകരുതെന്നതുകൊണ്ടാണ് താൻ മത്സരിക്കുന്നതെന്ന് രാജു പുളിയമ്പള്ളിൽ പറഞ്ഞു. ജനം ഈ പുതിയ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ UDFന് വീണ്ടും ഈ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസിനെയും UDFിനെയും ഒക്കെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, കോൺഗ്രസ്സുകാർ, UDFുകാർ ഇവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടു മത്സരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ മത്സരരംഗത്തേക്ക് വരികയാണ്. അതേസമയം തിരുവല്ലയിലെ സ്ഥാനാർത്ഥി ജോസഫ് പുതുശ്ശേരിക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. തിരുവല്ലയിൽ മുൻപ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്ക് സീറ്റ് നൽകിയത് ഔചിത്യമല്ലെന്ന് മുതിർന്ന നേതാക്കൾ ആരോപിച്ചു. തിരുവല്ലയ്ക്ക് പുറമെ റാന്നിയിലും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരിക്കും. സേവാദൾ ജില്ലാ ചെയർമാൻ ബെന്നി പുത്തൻപറമ്പിലാണ് മത്സരിക്കുന്നത്. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ വിക്ടർ T. തോമസ് കേരള കോൺഗ്രസ് എം, ശ്രീ വർഗീസ് ജോർജ് ജനതാദൾ യുണൈറ്റഡ്, ശ്രീ A. സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ രാജു പുളിമ്പള്ളി വിമതനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ A. ഷുക്കൂർ കോൺഗ്രസ് നേതാവ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വർഗീസ് ജോർജ്, പത്തനംതിട്ടയിലെ UDFിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ കേരള കോൺഗ്രസിന് അലോട്ട് ചെയ്ത കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയ സീറ്റിലാണ് കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് PJ കുര്യൻ്റെ നേതൃത്വത്തിൽ കലാപം നടക്കുന്നത്. അവിടെ ആ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. UDFിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്താൻ കഴിയാതെ പോകുന്നത്. ഇപ്പോൾ ഇതാ ഒരു വിമത സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം കൂടിയായി. പത്തനംതിട്ട ജില്ലയിലെ മറ്റ് സീറ്റുകളിൽ കൂടി ബാധിക്കുന്ന വിധത്തിൽ ഈ വിവാദം മുന്നോട്ട് പോവുകയല്ലേ? അഭിലാഷ്, ശരിയാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഇത് ബാധിക്കും. UDFിൻ്റെ സീറ്റ് ചർച്ച ഔപചാരികമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചേർന്ന UDFിൻ്റെ ഏകോപന സമിതി ഓരോ ഘടകകക്ഷിയുടെയും സീറ്റുകൾ ഏതാണെന്ന് തിട്ടപ്പെടുത്തി എണ്ണവും നിശ്ചയിച്ചു. അതിനുശേഷം ആ പാർട്ടികളുടെ പാർലമെൻ്ററി ബോർഡ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു. തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസിനാണ് അനുവദിച്ചത്. കേരള കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി ബോർഡ് ചേർന്ന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ഒരിക്കൽ ഒരു പാർട്ടിക്ക് ഒരു മുന്നണി ഒരു സീറ്റ് അനുവദിച്ചു കൊടുത്താൽ ആ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച വളരെ അപൂർവമാണ്. അത് പാടില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. അതുകൊണ്ട് തിരുവല്ലയിൽ കേരള കോൺഗ്രസ് എം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് പ്രൊഫസർ PJ കുര്യൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയാണ് വേണ്ടത്. ഇപ്പോൾ അഭിലാഷ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തിരുവല്ലയിൽ ഇലക്ഷൻ്റെ കൺവെൻഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഇന്നലെ നേമത്തെ ഇലക്ഷൻ കൺവെൻഷനായിരുന്നു. ഞാൻ ആ വേദി വെച്ച് ശ്രീ ഉമ്മൻചാണ്ടിയോടും ശ്രീ സുധീറിനോടും പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണം. തിരുവല്ലയിൽ UDFിൻ്റെ കാൻഡിഡേറ്റിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് ലീഡർഷിപ്പ് ഇടപെടണം. കോൺഗ്രസ് ആണ് തിരുവല്ലയിലെ മേജർ പാർട്ടി. അവരുടെ ലീഡേഴ്സും കേഡേഴ്സും ഇന്ന് പൂർണ്ണ നിശ്ചലമാണ്. അതുകൊണ്ട് ഒരു മുന്നണിയുടെ രീതിക്ക് അനുസരിച്ചല്ല ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മുന്നണിയുടെ മര്യാദകൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. വ്യക്തമാണ് JDUവിൻ്റെ നിലപാട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ നടക്കുന്നത് PJ കുര്യനും
ജോസഫും പുതുശ്ശേരിയും തമ്മിലുള്ള യുദ്ധമാണോ അതോ മാർത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള യുദ്ധമാണോ? ആ രീതിയിലും വ്യാഖ്യാനിക്കാം. കാരണം കഴിഞ്ഞ തവണ കല്ലൂപ്പാറ സീറ്റ് ഇല്ലാതായപ്പോൾ ആ തിരുവല്ല സീറ്റ് ജോസഫ് പുതുശ്ശേരി ചോദിച്ചു. പുതുശ്ശേരിക്ക് സീറ്റ് കൊടുത്തില്ല, മാണി വിക്ടർ ടി തോമസിന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവയുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ശ്രീ ജോസഫ് പുതുശ്ശേരി. പുതുശ്ശേരിക്ക് സീറ്റ് കൊടുക്കാത്തത് തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ അതിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ പുതുശ്ശേരിക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ആത്യന്തികമായിട്ട് കുന്നംകുളത്ത് CP ജോൺ തോൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. കുന്നംകുളത്ത് 40,000 ഓർത്തഡോക്സുകാരുണ്ട്, 400 മാർത്തോമക്കാരുള്ളൂ. CP ജോൺ സംഗതി വശാൽ മാർത്തോമക്കാരനായിപ്പോയി. കുന്നംകുളത്തുള്ള ഓർത്തഡോക്സുകാർ പോലും മാർത്തോമക്കാരനായ CP ജോണിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് തോറ്റത്. ബാവ തന്നെയും കുന്നംകുളത്തുകാരനാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ കുന്നംകുളംകാരനാണ്. അപ്പോൾ കുന്നംകുളത്ത് പോലും അതിനൊരു പ്രത്യാഘാതമുണ്ടായി. ഇപ്പോൾ ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത് വർഗീസ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. പത്തനംതിട്ട ജില്ല മാത്രമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന മാവേലിക്കര അതുപോലെ ചെങ്ങന്നൂർ മുതലായ മണ്ഡലങ്ങളെയും ഈ തരത്തിലുള്ള ഈ രണ്ട് സഭകൾ തമ്മിലുള്ള ഒരു പിടിവലി സ്വാഭാവികമായിട്ടും ബാധിക്കും. PJ കുര്യനാണെങ്കിൽ ജോസഫ് മാർത്തോമയോട് വളരെ അടുപ്പമുള്ള ആളാണ്. മാർത്തോമ മെത്രാപ്പോലീത്ത തന്നെ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് അത്ര അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ പുതുശ്ശേരിയെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ UDF-ലെ ഇങ്ങനെ സഭകൾ തമ്മിലും കക്ഷികൾ തമ്മിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണ പെരുമ്പാവൂർ ഇതുപോലെ ഉണ്ടായി. പെരുമ്പാവൂർ ബാബ കക്ഷിക്കാർക്ക്, അതായത് നമ്മുടെ മലങ്കര സഭയിലെ യാക്കോബായ സഭയ്ക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ ജെയ്സൺ ജോസഫ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം സ്വയം ഞാൻ പാത്രിയർക്കീസ് ബാവയുടെ സ്വന്തക്കാരനാണെന്ന് അവകാശപ്പെട്ടെങ്കിലും പാത്രിയർക്കീസ് പക്ഷക്കാർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഇവനെ പോലെയുള്ള മെത്രാ കക്ഷിക്കാർക്ക് ഇവിടെ വോട്ടില്ല എന്ന് പറയുകയും പെരുമ്പാവൂർ ആ സ്ഥാനാർത്ഥി വളരെ ഡീസൻ്റായിട്ട് തോൽക്കുകയും ചെയ്തു. അപ്പോൾ എതിർഭാഗത്ത് ഭാഗ്യവശാൽ ബാബ കക്ഷിക്കാരനായ സാജു പോൾ ആയിരുന്നു താനും. അപ്പോൾ ഇതൊക്കെ ഈ സഭകൾ തമ്മിൽ വടംവലി ഉണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ UDF-ലെ നേതാക്കന്മാർ, PJ കുര്യനെ പോലെ ഇത്ര മുതിർന്നൊരു നേതാവ് ഇത്രയും ബാലിശമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസ് ഇന്ന് ഒരാൾ വിമതരായി മത്സരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പലപ്പോഴും കോൺഗ്രസിൽ നിന്നും മറ്റ് പല പാർട്ടികളിൽ നിന്നും ഇപ്പോഴത്തെ കാലത്ത് വിമതന്മാർക്കൊന്നും ഒരു ക്ഷാമമില്ല. പക്ഷേ PJ കുര്യനെ പോലെ ഇത്ര മുതിർന്ന ഒരാൾ ഇങ്ങനെ ഇതിലൊരു പരസ്യമായിട്ട് പക്ഷം പിടിക്കുകയും പരസ്യമായിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. തീർച്ചയായും അതാണ് താങ്കളുടെ നിരീക്ഷണം. ശ്രീ A. സജീവൻ, UDF-ന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിൽ തിരുവല്ല പ്രശ്നം മാറുകയാണ്. അത് തിരുവല്ലയിലെ ഒരു മണ്ഡലത്തിലുള്ള ഒരു പ്രശ്നം എന്നുള്ളതിനപ്പുറത്ത് രണ്ട് സാമുദായിക നേതൃത്വങ്ങളുടെ ഏറ്റുമുട്ടൽ, പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് അത് പോകുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേമാതിരി ഓർത്തഡോക്സ് സഭ ജോസഫ് പുതുശ്ശേരിക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് UDF-ന് വിരുദ്ധമായ സമീപനം എടുത്തിരുന്നു എങ്കിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നോമിനിയായി തന്നെ പുതുശ്ശേരി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മുന്നണി സംവിധാനത്തെ തന്നെ ഉലയ്ക്കുന്ന വിധത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു കാര്യങ്ങളെ? അല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിൽ ജോസഫ് പുതുശ്ശേരിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവും. കഴിഞ്ഞ തവണ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് സീറ്റ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് PJ കുര്യനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലേ? അപ്പോൾ നേരത്തെ പുതുശ്ശേരിക്ക് ഇതേ ന്യായം പറയാമായിരുന്നില്ലേ? അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ മറ്റുള്ള ആളുകളും ശ്രമിച്ചു. അതിന് പ്രത്യാഘാതം തീർച്ചയായിട്ടും മറ്റ് മണ്ഡലങ്ങളിലെ കൂടി ഉണ്ടാവുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇവിടെ ഇതൊരു ന്യായമായിട്ട് എടുക്കേണ്ടതില്ല. ഇപ്പം ജോസഫ് പുതുശ്ശേരി ഇതേപോലെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ PJ കുര്യനെ പോലൊരാൾ പിന്നീട് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഇതേപോലെ മത്സരിക്കാനൊക്കെ സാധ്യതയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ മത്സരിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ പുതുശ്ശേരിയെ മാറ്റിയിട്ട് കുര്യൻ പറയുന്ന സ്ഥാനാർത്ഥിയെ, അല്ലെങ്കിൽ ഇപ്പോൾ വിമതനായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ്സുകാരനെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് എന്നാൽ പോലും അവിടെ ഇതേപോലെ പ്രശ്നം വരുമല്ലോ. ഇതേപോലെ കുതികാൽ വെട്ടിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ പാർട്ടികളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഈ സാമുദായിക ശക്തികൾ, മതസംഘടനകൾ പോലുമല്ല, മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ഇതിലിടപെടുകയും അവരുടെ താല്പര്യത്തിന്, അവരുടെ മുഷ്കിനുമൊക്കെ ഇത് വേദിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ആ പ്രവണതയ്ക്ക് തല കുനിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരം പലപ്പോഴും തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നത്. ശരി, അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ശ്രീ A. സജീവൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജു പുളിമ്പള്ളി,
താങ്കൾ വിമതനായി മത്സരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിച്ചത് തിരുവല്ലയിലെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ്. താങ്കൾ ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്ന് താങ്കൾക്ക് തോന്നാൻ ഒരു കാരണമുണ്ടാകുമല്ലോ, അതെന്താണ്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വിമതനായിട്ടല്ല മത്സരിക്കുന്നത്, ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അടുത്തത് UDF ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശക്തനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് UDF ഘടകകക്ഷി നേതൃത്വം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കാതെ പോകുമ്പോൾ വീണ്ടും അവിടെ LDF ജയിക്കുന്നു, അല്ലെ LDF ഒരു MLA ഉണ്ടാകുന്നു. ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ശക്തൻ എന്നുള്ളതല്ല, ഞാൻ പുതുശ്ശേരിയെക്കാട്ടും ശക്തനാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ എല്ലാവർക്കും കൂടെ സംബന്ധിച്ച പിന്നെ അവിടെ ഇലക്ഷൻ വേണ്ടല്ലോ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. UDF ഘടകകക്ഷികൾക്കൂടെ അംഗീകരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ, അതല്ലല്ലോ ശ്രീ രാജു പുളിമ്പള്ളി, ഒരു മുന്നണിയിലെ ഔചിത്യം അങ്ങനെയല്ലല്ലോ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 15 സീറ്റുകൾ നൽകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് UDF സീറ്റ് വിഭജനത്തിൽ. അങ്ങനെ കിട്ടിയ 15 സീറ്റുകളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആ അർത്ഥത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരി. അദ്ദേഹമല്ല UDF സ്ഥാനാർത്ഥി, ഞാനാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ മതിയോ? ഞാൻ ആ രീതിയിലല്ലല്ലോ. UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ UDF പുറത്തുള്ള ആളല്ല. ഞാൻ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ മുൻപ് കേരള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ ചാടിക്കേറി വന്ന് പുതുശ്ശേരിയെ മാറ്റി എന്നെ ആക്കണമെന്ന് പറയല്ല. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, UDF ഘടകകക്ഷികളുടെ നിരവധി ആളുകളുടെ ആവശ്യം, അവരുടെ സമ്മർദ്ദം, അവരുടെ ചില നിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനുള്ളതായിട്ടൊരു പ്രചോദനം. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ രാജു പുളിമ്പള്ളിൽ 140 മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങളിലെ പ്രാദേശിക നേതാക്കൾക്ക് ഇദ്ദേഹമല്ല വേറൊരാളാണ് വേണ്ടത് എന്ന് തോന്നുകയും അതനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്താൽ പിന്നെ അതിനല്ലേ സമയമുണ്ടാകൂ. ഇവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കിട്ടിയ ഒരു സീറ്റിൽ അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷം, ശരിയാണ് താങ്കളുടെ പാർട്ടി തന്നെയാണ്, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ മറ്റു ചില ഘടകകക്ഷികളുടെയും ചില ആളുകളുടെ പിന്തുണയോടുകൂടി നിലവിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ ഒരു മുന്നണിയിൽ ചെയ്യേണ്ട കാര്യം? നിലവിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഞാൻ കേരള കോൺഗ്രസിലെ അംഗമെന്നുള്ള നിലയിൽ ശ്രമിക്കുന്നില്ല. പക്ഷെ നിലവിലുള്ള സ്ഥാനാർത്ഥിയെ UDF അംഗീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത് തന്നെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തിരുവല്ലയിലുണ്ടായത്. തിരുവല്ല പോലെ ശക്തമായ UDF വ്യക്തമായ ഭൂരിപക്ഷവും മുൻതൂക്കവുമുള്ള മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരി, അതിന് താങ്കൾ സ്ഥാനാർത്ഥിയായി നിന്നാൽ ഒരു മാറ്റം ഉണ്ടാകുമോ? ശ്രീ വർഗീസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് ശ്രീ രാജു പുളിമ്പള്ളിൽ അവകാശപ്പെടുന്നു. അവിടെയുള്ള UDF സംവിധാനത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ജോസഫ് എം പുതുശ്ശേരിയെ. UDF സംവിധാനത്തിന് പ്രാദേശികമായി അംഗീകരിക്കാൻ കഴിയുന്നത് മറ്റുള്ള ആളുകളെയാണ് എന്ന അവസ്ഥ ഉണ്ടോ? താങ്കളുടെ മേഖലയാണല്ലോ, അതാണോ അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ? അഭിലാഷ, അത് ശരിയല്ല. UDF കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് യോഗം ചേർന്ന് തിരുവല്ലയിലെ കേരള കോൺഗ്രസിന് വേണ്ടി ആ സീറ്റ് അലോട്ട് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരള കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി ബോർഡ് കോട്ടയത്തെ യോഗം ചേർന്ന് ശ്രീ ജോസഫ് പുതുശ്ശേരിയെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചു. അത് മാധ്യമങ്ങളിൽ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം തിരുവല്ലയിൽ UDF ചേരുകയോ ജില്ലയിൽ UDF ചേരുകയോ ചെയ്തപ്പോഴൊന്നും ഇതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രൊഫസർ PJ കുര്യൻ തൻ്റെ പാർട്ടിയിൽ നേരത്തെ ഉന്നയിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴാണ് ഇതൊരു വിഷയമായത്. ഞങ്ങൾ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. കേരള കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ അത് ഞങ്ങൾ ഘടകകക്ഷികളുടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ്. അതാണ് ഘടകകക്ഷിയുടെ ഒരു ഘടകം എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം.
തുടരുക ശ്രീ വർഗീസ് ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ നാടാണല്ലോ തിരുവല്ല. അവിടെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയമാണോ അതോ സാമുദായികമായ കൊടുക്കൽ വാങ്ങലുകളാണോ? അഭിലാഷേ, ഇത് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറും അഭിലാഷും ഒക്കെ പറഞ്ഞതുപോലെ ഇത് മാർത്തോമാ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണെന്ന് തോന്നുന്നില്ല. മാർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർത്തോമാ വികാരമൊന്നും മാർത്തോമാക്കാർക്കില്ല. ഞാനൊരു മാർത്തോമാക്കാരനായതുകൊണ്ട് തന്നെയാണ് ആധികാരികമായിട്ട് പറയുന്നത്. നമ്മൾ തിരുവല്ലക്കാരനും കൂടിയാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു PJ കുര്യനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ളൊരു യുദ്ധമാണ് ഇത് എന്നാണ്. കാരണം ഉമ്മൻചാണ്ടിയും DM സുധീരനും രമേശ് ചെന്നിത്തലയുമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഹൈക്കമാൻഡ് നിശ്ചയിച്ച 3 നേതാക്കന്മാർ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDF തീരുമാനമെടുത്തത് തിരുവല്ല സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കാനാണ്. അങ്ങനെ മാണി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ജോസഫ് പുതുശ്ശേരിക്ക് സീറ്റ് കൊടുക്കാൻ. അതിനെതിരെ വെല്ലുവിളിക്കാൻ ഈ PJ കുര്യൻ ആരാ? ഇപ്പം മാർത്തോമാ സഭയുടെ വലിയ ആളാണ് എന്ന് കരുതി ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, മാർത്തോമാ സഭയുടെ ആളാണെങ്കിലും മാർത്തോമാ നേതൃത്വത്തിന് അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ല. നമ്മുടെ മാർത്തോമാ സഭയുടെ തിരുമേനിമാർക്കും ഇന്നയാളിനെ നിർത്തണമെന്ന് ഒറ്റ പാർട്ടിയോടും പറയുന്ന തിരുമേനിമാരാണ് മാർത്തോമാ സഭയ്ക്കുള്ളത് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു ചിന്തയും അവർക്കില്ല. എനിക്ക് തോന്നുന്നു ഈ സീറ്റ് നിർണയത്തിലൊന്നും തിരുവല്ല, പത്തനംതിട്ട ജില്ല, ആ ഭാഗത്തെ ഒരൊറ്റ സീറ്റ് നിർണയത്തിലും PJ കുര്യന്റെ അഭിപ്രായം ചോദിച്ചില്ല ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു കെറിവ് PJ കുര്യൻ ഉണ്ടാകാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ PJ കുര്യൻ KM മാണിക്ക് അയച്ച കത്തിൽ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളിന് വേണ്ടി പ്രവർത്തിക്കാൻ സ്വാഭാവികമായും പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ആ വൈഷമ്യത്തിലാണ് എന്ന് അറിയിക്കട്ടെ, താങ്കളുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയേ പറ്റൂ എന്നാണ്. ഞാനുണ്ടാകില്ല ജോസഫ് പുതുശ്ശേരിയെ വിജയിപ്പിക്കാൻ, എൻ്റെ ഒപ്പമുള്ള കോൺഗ്രസ്സുകാരും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം യഥാർത്ഥത്തിൽ അവിടെ PJ കുര്യൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, ഇതിൽ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല. ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ 2004 ജേക്കബ് ജോർജ് ഇവിടെ ഉണ്ടല്ലോ. 2004 മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയെ പരസ്യമായിട്ട് കാലുവാരിയ ആളാണ് ഈ സൂര്യനെല്ലി കുര്യൻ. മനസ്സിലായില്ലേ? അന്ന് ഇരവി പേരൂരിൽ നടക്കുന്ന അവസാനത്തെ യോഗത്തിൽ, സമാപന യോഗത്തിൽ ഈ കുര്യൻ വരുമെന്ന് വിചാരിച്ച് പാവം രമേശ് എത്ര നേരം കാത്തിരുന്നറിയും, വന്നില്ല. പരസ്യമായിട്ട് കാലുവാരി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം സിദ്ധാന്തം പറയുകയാണ്, ഈ ദൈവമേ, ഈ അഭിസാരികളുടെ എന്താണ് സദാചാര പ്രസംഗം എന്നൊക്കെ പറയില്ല, ഇത് അതിനേക്കാൾ മോശമാണ്, വൃത്തികേടാണ് ഇയാൾ ഈ പറയണത്. പിന്നെ പുള്ളി പറഞ്ഞത് 3 പ്രാവശ്യം 4 പ്രാവശ്യം മത്സരിച്ച പുതുശ്ശേരി പുതിയ ആൾക്ക് വേണ്ടി മാറി കൊടുക്കട്ടെ എന്നാണ്. ഇദ്ദേഹം എത്ര കൊല്ലമായിട്ട് ഇരുന്നിരുന്ന ആസനത്തിൽ ആല് പൊളച്ചു, എന്നിട്ടും അദ്ദേഹം മാറി കൊടുക്കുന്നില്ല. അദ്ദേഹം എത്രയോ കൊല്ലം ലോകസഭയിലിരുന്നു, അത് കഴിഞ്ഞ് രാജ്യസഭയിലിരിക്കുന്നു. ഇനി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് ഈശോ മിശിഹ എന്താണ് മറ്റേ ഓപ്പറേഷനുമായി കൊടുത്താലും അദ്ദേഹം മാറുകയില്ല. മനസ്സിലായില്ലേ? മരിക്കുമ്പോഴും പാർലമെൻറ്റ് അംഗമായിരുന്നിട്ട് അദ്ദേഹം മരിക്കുള്ളൂ. ഇതുപോലുള്ള ഏഴാം കൂലികളാണ് സദാചാര പ്രസംഗം നടത്തുന്നത്. ഇവനെയൊക്കെ കവളം പടൽ വെട്ടി അടിക്കണം, അതാ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? സദാചാര പ്രസംഗം. റൈറ്റ്, അതാണ് താങ്കളുടെ രൂക്ഷമായ വിമർശനം. ശ്രീ രാജു പുളിമ്പളിൽ, താങ്കൾ ആരുടെ സ്ഥാനാർത്ഥിയാണ്? താങ്കൾക്ക് സ്വമേധയാ എനിക്ക് ഇത്തവണ മത്സരിക്കണം എന്ന് തോന്നി മത്സരിക്കുന്നതാണോ? അതല്ല എങ്കിൽ താങ്കളുടെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെയും PJ കുര്യൻ്റെയും ആശീർവാദം താങ്കൾക്കുണ്ടോ? താങ്കൾ PJ കുര്യൻ്റെ സ്ഥാനാർത്ഥിയാണോ? ഞാൻ PJ കുര്യൻ സാറിൻ്റെ സ്ഥാനാർത്ഥിയല്ല. എനിക്കൊരല്പസമയം തരുമെങ്കിൽ ഞാനത് വിശദീകരിക്കാം. അതായത് 2005 ജില്ലാ പഞ്ചായത്തിലേക്ക്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് നോമിനേഷൻ കൊടുക്കാനായിട്ട് പോയ ആളാണ്. മാണി സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് നോമിനേഷൻ കൊടുക്കാൻ പോയ ആളാണ് ഞാൻ. വഴി വെച്ച് എന്നോട് വിളിച്ചു പറയുന്നു, രാജു അടുത്ത പ്രാവശ്യമായിട്ട് ഈ പ്രാവശ്യം ഒന്ന് മാറിക്കൊടുക്കണമെന്ന്. ആ നോമിനേഷൻ പേപ്പർ മടക്കി പിടിച്ച് തിരിച്ചു പോരുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് വേണമായിരുന്നെങ്കിൽ അന്ന് നോമിനേഷൻ കൊടുക്കാം റിബലായിട്ട്. ഞാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഉറച്ച പ്രവർത്തകനാണ്, UDFൻ്റെ പ്രവർത്തകനാണ്. ഞാൻ ചെയ്തില്ല. പക്ഷെ അന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് നിയമിച്ച സ്ഥാനാർത്ഥി ജയിച്ചു, അയാൾ കരുത്തനായിരുന്നു, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ 2015 എനിക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നടത്തി. അവസാനം പറഞ്ഞു ആ സീറ്റ് ഒരാൾ കൊടുക്കുന്നു, സന്തോഷം. അദ്ദേഹവും കരുത്തനായിരുന്നു, അദ്ദേഹം ജയിച്ചു. ആ സ്ഥാനത്ത് എനിക്ക് അദ്ദേഹത്തിന് റിബലായിട്ട് നിൽക്കാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹമൊന്നും ഉള്ള ആളല്ല. അതെ, അതുകൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹം തോന്നുമ്പോൾ അതിനൊരു കാരണം വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ PJ കുര്യന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ
ജോസഫ് പുതുശ്ശേരി കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. വിരുദ്ധ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണോ, സംയുക്ത സ്ഥാനാർത്ഥിയാണോ താങ്കൾ? ഞാൻ താങ്കളായിട്ട് എടുത്ത തീരുമാനമാണോ ഇത്? അല്ലല്ലോ. അല്ല അതല്ല, ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോഴേ പുതുശ്ശേരിയുടെ കൂടെ ഞാൻ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ തിരുവല്ല മണ്ഡലത്തിലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, അത് UDF ദോഷം ചെയ്യുമെന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിന്റെ കാരണമൊന്നും ഞാൻ പറയണ്ട. അതിനകത്ത് ആരാണ് എന്താണെന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ സംഭവ വികാസം വീണ്ടും ഈ 3-ാം തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നുള്ള ഒരു പരമബോധ്യം, അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ഒരു ബോധ്യം ഉൾക്കൊള്ളുന്ന അനവധി അങ്ങനെയാണ് താങ്കൾ അതിനെ വിശദീകരിക്കുന്നത്. ശ്രീ വിക്ടർ ടി തോമസ്, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തോറ്റ ആളാണ് താങ്കൾ. ആ തോൽവിയെ കുറിച്ച് താങ്കൾക്ക് പരാതിയുമുണ്ട്, കാലുവാരൽ നടന്നിട്ടുണ്ട് എന്ന പരാതിയുമുണ്ട്. ഇത്തവണ താങ്കൾക്ക് ആ സീറ്റ് കിട്ടിയതും ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ ജോസഫ് പുതുശ്ശേരി ഇത്തവണ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണോ താങ്കളും പ്രതീക്ഷിക്കുന്നത്? അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ തവണ താങ്കളോട് ചെയ്തതിൻ്റെ തിരിച്ചടി ഇക്കുറി തിരുവല്ലയിൽ ഉണ്ടാകുമോ? പത്തനംതിട്ട ജില്ലയുടെ UDF ചെയർമാനും കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എൻ്റേതല്ലാത്ത കാരണം എൻ്റെ പാർട്ടിയുടെ ആളുകളിൽ നിന്നുള്ള തിക്താനുഭവത്തിൻ്റെ ഫലമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്നെ പരാജയപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പുകളായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്, ഞാൻ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ പരാജയപ്പെടുത്തിയ ആളുകളെ ഈ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. അവരെ ആ ഉണ്ടാക്കിയ വിഷയങ്ങൾ തിരുത്തിക്കൊണ്ട് ഒരു സമുദായ സൗഹാർദ്ദത്തോടും മതസൗഹാർദ്ദത്തിന്റെ മേഖലയായ മധ്യ തിരുവിതാംകൂറിൽ ആ ഒറ്റക്കെട്ടായി മത്സരിക്കുവാൻ അവർ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കുന്നുള്ളൂ എന്നും, അതിന് തയ്യാറല്ലെങ്കിൽ പാർട്ടി ആരെ വേണേ സ്ഥാനാർത്ഥിയാക്കിക്കോ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നാണ് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ നിയോജകമണ്ഡലം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ 2 സീറ്റെങ്കിലും കേരള കോൺഗ്രസിന് ലഭിക്കേണ്ടതായിരുന്നു, കല്ലുപ്പാറയ്ക്ക് പകരം ഒരു സീറ്റൂടെ. അപ്പോൾ അവിടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഒരു പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കാലാകാലങ്ങളിൽ 91 വോട്ട് പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിൽ വരുമെങ്കിലും പാർട്ടിയാക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് താങ്കളെ കഴിഞ്ഞ തവണ വാരിയ ജോസഫ് പുതുശ്ശേരിയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ഒരൊറ്റ ഡിമാൻഡാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഡിമാൻഡിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആ ഒരുമയോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ജോസഫും പുതുശ്ശേരിക്ക് അവിടെ വിജയിച്ചു വരാം. അതിന് യാതൊരു തർക്കവുമില്ല. ശ്രീ വിക്ടർ ടി തോമസ്, ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ താങ്കളെ കാലുവാരാൻ മുന്നിൽ നിന്ന ജോസഫ് പുതുശ്ശേരിയെ ഇത്തവണ ഒരു പ്രതിഫലം എന്നോണം സ്ഥാനാർത്ഥിത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സന്നദ്ധനല്ല എന്നാണ് PJ കുര്യൻ എടുത്തിരിക്കുന്ന നിലപാട്. താങ്കളെ തോൽപ്പിച്ചത് പുതുശ്ശേരിയാണ്, അതുകൊണ്ട് പുതുശ്ശേരിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കരുത് എന്നാണ് അദ്ദേഹം KM മാണിക്ക് അയച്ച കത്തിലും ആവശ്യപ്പെടുന്നത്. ആ വികാരത്തോട് താങ്കൾക്ക് യോജിപ്പില്ലേ? അല്ല, എനിക്കതല്ല, അദ്ദേഹം പറഞ്ഞ ആ വികാരമല്ല. UDF പരാജയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ മണ്ഡലമായ UDF പരാജയപ്പെടുത്തിയ സാഹചര്യം, UDF പരാജയപ്പെടുത്തുവാൻ മുൻകൈ എടുത്ത ആള് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനെന്നുള്ള വ്യക്തി അവിടെ അല്ല, ഞാനെന്നുള്ള വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല. UDF ഒരു മണ്ഡലമാണ്, UDF ഒരു ശക്തമായ ഒരു നേതൃത്വമുള്ള മണ്ഡലമാണ്. അവിടെ UDF പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. ആ UDF പ്രവർത്തകർ വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച ഒരു വ്യക്തി വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ UDF സാധാരണ പ്രവർത്തകർക്കുണ്ടായ വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ആ സാധാരണ പ്രവർത്തകരുടെ വികാരം, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം.
അത് ആ അത് പ്രശ്നം എങ്ങനെ അത് അത് പരിഹരിക്കാനായിട്ട് അത് വളരെ എങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കും സിമ്പിളായി ശ്രീ കൈകാര്യം വിക്ടർ? ചെയ്യാമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. അതെ, അത് ആ എങ്ങനെ വികാരത്തെ സാധ്യമാകും? മുൻനിർത്തിക്കൊണ്ട് പോയാൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കത്തില്ല. ഇല്ല, അതെ, അതായത് ഒരു സമവായം വേണമല്ലോ. ആ സമവായം ഏത് രീതിയിൽ സാധ്യമാകും? പരാജയപ്പെടുത്തി എന്നൊരു തോന്നൽ ആ പ്രവർത്തകർ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച പ്രവർത്തകർ മണ്ടന്മാരാണെന്ന് ചിന്തിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രവർത്തിച്ച പ്രവർത്തകരോട് അങ്ങനെ ഒരു തെറ്റുപറ്റി അത് തിരുത്തി നമുക്ക് ഒരുമിച്ച് നാളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 3 പ്രാവശ്യം MLA 4 പ്രാവശ്യം മത്സരിച്ച ആളുവാണ്. കുര്യൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായിരുന്നു കല്ലുപ്പാറ. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒത്തിരി പാടുപെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തിച്ച ഒരാൾക്ക് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മണ്ഡലം കല്ലുപ്പാറ പോയത് തിരുവല്ലയല്ല പോയത്. കല്ലുപ്പാറ പോയ സാഹചര്യത്തിൽ അദ്ദേഹം തിരുവല്ല സ്ഥാനാർത്ഥി പുള്ളിയുടെ സീറ്റാണ് എന്ന് അവകാശപ്പെടുകയും അവിടെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ ഒരു പ്രയാസം UDF പ്രവർത്തകർക്കുണ്ട്. ആ ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. അത് പരിഹരിക്കാമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മത്സരിച്ചപ്പോൾ 12 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നോമിനേഷന്റെ 2 ദിവസമാണ് എന്നെ പ്രഖ്യാപിച്ചത്. അന്നേരം റിബൽ സ്ഥാനാർത്ഥികൾ വരികയും പ്രവർത്തിക്കാനുള്ള ഇപ്പം ഈ പ്രശ്നങ്ങൾക്ക് ഇനി 1 മാസമുണ്ട്. നിസ്സാരമായി എത്രയും പെട്ടെന്ന് ഓരോ ദിവസവും ഇത് വഷളാക്കി കൊണ്ടുപോകാതെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കണം. പാർട്ടിയും UDFും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത് ചർച്ച ചെയ്ത് അവിടുത്തെ പ്രശ്നം എന്താണ് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്ന് പാർട്ടി നേതൃത്വവും കൂടെ കൂടുതലായി ഇടപെട്ട UDF നേതൃത്വവും കൂടെ പരിഹരിക്കണമെന്നാണ് എന്റെ ആവശ്യം. ശ്രീ വിക്ടർ ടി തോമസ് കേൾക്കൂ. അതായത് ജോസഫ് എം പുതുശ്ശേരി മാപ്പ് പറയണം. കഴിഞ്ഞ തവണ താങ്കളെ അല്ലെങ്കിൽ UDFിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് മാപ്പ് പറയണം എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരോട് മാപ്പ് പറയണം? PJ കുര്യനോട് മാപ്പ് പറയണോ? താങ്കളോട് മാപ്പ് പറയണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി എടുത്ത നിലപാടുകളുടെ പേരിൽ മാർത്തോമാ സഭയോട് മാപ്പ് പറയണോ? ആരോടൊക്കെ മാപ്പ് പറയണം? മാർത്തോമാ സഭയോട് എന്ന് പറയുന്നത് വളരെ തെറ്റായത്. മാർത്തോമാ സഭയുടെ സ്റ്റാൻഡ് കേരളത്തിലെ രാഷ്ട്രീയത്തിലും ഇന്ത്യയിലും അവർ കാണിച്ചിട്ടുള്ള വളരെ മാന്യമായ ഒരു സമീപനം. ഇന്ന് വരെ എനിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാക്കണമെന്നോ, പണ്ട് പുതുശ്ശേരിയും ചെറിയാമ്പലിപ്പും കൂടെ മത്സരിച്ചപ്പോൾ ചെറിയാമ്പലിപ്പിന് വേണ്ടി വോട്ട് പിടിക്കാൻ മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്ത അടക്കിയപ്പോൾ അവിടുന്ന് വളരെ നിരാശനായി ഇറക്കി വിടേണ്ട സാഹചര്യങ്ങളുണ്ടായത്. അത് പുലിപ്പോസ് തോമസ് ഇവിടെ മത്സരിച്ചു. അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ചു. മർത്തോമ സഭ എടുത്ത സ്റ്റാൻഡ് തന്നെ അവിടെയൊക്കെ മർത്തോമ സഭ ഒരു സുവിശേഷീകരണ സഭയായിട്ടും മറ്റ് സഭകളും സമുദായങ്ങളും ആ രീതി എടുക്കണമെന്നും മധ്യ തിരുവിതാംകൂറിന്റെ ഒരു പാരമ്പര്യം എല്ലാ സമുദായങ്ങളെയും സഭകളെയും ബഹുമാനിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആശിക്കുന്ന. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു സംസാരം ഉണ്ടാക്കുന്നത് വളരെ വേദനാജനകമാണ്. അല്ല, ഇവിടെ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് തിരുവല്ലയിലും മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. തുടരുക ശ്രീ വിക്ടർ ടി തോമസ്. ശ്രീ എ സജീവൻ, ഇതൊക്കെ UDFിന്റെ മധ്യ തിരുവിതാംകൂറിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഉലയ്ക്കാൻ മാത്രം പോന്നതാണോ? സാധാരണഗതിയിൽ ലഭിക്കുന്ന സാമുദായിക പിന്തുണ ഓരോ സമുദായത്തിലെയും ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അങ്ങനെ UDFിനെ സംബന്ധിച്ച് സാമുദായിക പിന്തുണ എല്ലാ കാലത്തും ഒരു ബലമാണ്. ഈ ഒരു സീറ്റിനെ ചൊല്ലി സാധാരണഗതിയിൽ ലഭിക്കുന്ന സാമുദായിക പിന്തുണ UDFിന് ലഭിക്കാതെ പോകുമോ ഇക്കുറി? അല്ല, അതിൽ ഇപ്പോൾ വിക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെയാണെങ്കിൽ പരിഹരിക്കണമെന്ന് താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഈ പരിഹരിക്കണമെന്ന് പറയുന്നത്? എന്തോ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്, അല്ലാതെ മാപ്പ് പറയൽ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. 2 തവണ എന്നെ തോൽപ്പിച്ചു, അതുകൊണ്ട് പുതുശ്ശേരി ഞാനും മറ്റുള്ള ആളുകളും ചേർന്ന് ഇനിയും തോൽപ്പിക്കും എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, സമയമുണ്ട് എന്ന് പറയുന്നത്. അതിനർത്ഥം ഒരു കോംപ്രമൈസിന് ഇവരൊക്കെ തയ്യാറാണ്. ആ കോംപ്രമൈസ് ഇവരുദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭമാണോ, ഇനി അതെല്ലാം മറ്റൊന്ന് സ്ഥാനലാഭമാണോ, എന്തോ ആയിരിക്കാമല്ലോ. അങ്ങനെ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇലക്ഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാറുണ്ട്. അടുത്ത തവണത്തേക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട്, സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനം കൊടുത്തുകൊണ്ടാവാം, പാർട്ടിയിൽ തന്നെ സ്ഥാനം കൊടുത്തുകൊണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഇതിൽ സാമുദായിക പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ജേക്കബ് ജോർജൊക്കെ പറഞ്ഞു അങ്ങനെ സഭയ്ക്ക് അത്ര വലിയ താല്പര്യങ്ങളില്ല, പ്രശ്നങ്ങളില്ല. പക്ഷേ അതുമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സഭയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഈ വ്യക്തിപരമായ താല്പര്യങ്ങളും പ്രശ്നങ്ങളുമാണ്. PJ കുര്യന് തൻ്റെ അപ്രമാദിത്വം അവിടെ തെളിയിക്കണം, ആ പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. ഈ പുതുശ്ശേരി 2 തവണ അവിടെ തോൽപ്പിച്ചല്ലോ. വിക്ടറിനെ 2 തവണ തോൽപ്പിച്ച പാരമ്പര്യമുള്ള ആൾക്ക് ഇത്തവണ എല്ലാം നന്നായിട്ട് കിട്ടണമെന്ന് പറയാനും പറ്റില്ല. ഇതിൽ നല്ലതേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നല്ലതല്ല എന്നേ പറയാൻ പറ്റുള്ളൂ.
പിന്നെ ഇവർക്കൊക്കെ സ്ഥാനത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ എന്തിനോടെങ്കിലുള്ള ആർത്തിയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവൻ എത്ര തവണ മത്സരിച്ചില്ലേ, ഞാൻ ഇത്ര തവണയല്ലേ മത്സരിച്ചുള്ളൂ, എന്നെ തോൽപ്പിച്ചില്ലേ, എന്നാൽ അവനെയും തോൽപ്പിക്കാമെന്നൊക്കെ പറയുന്ന ഒരു തരം ഈ കൊതിക്കറിവാണ് ഇവിടെ കാണുന്നത്. റൈറ്റ്, അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്താൽ കല്ലുപാറ മണ്ഡലം ഇല്ലാതായപ്പോഴാണ് ജോസഫ് പുതുശ്ശേരിക്ക് സീറ്റ് പോയത്. അദ്ദേഹം തിരുവല്ല മോഹിച്ചു കിട്ടിയില്ല. കിട്ടാഞ്ഞ അദ്ദേഹം പിന്നെ വിമതനായി മത്സരിച്ചില്ല എങ്കിൽ പോലും എങ്ങനെയൊക്കെ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാമോ അതിനൊക്കെ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സമുദായം അക്കാര്യത്തിലൊരു നിലപാടെടുത്ത് പരസ്യമായി തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ച് കോട്ടമുണ്ടായിട്ടുണ്ട്, വിശേഷിച്ച് തിരുവല്ലയിൽ. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായി. അതിൻ്റെ ഒരു റിവേഴ്സൽ ഇക്കുറി ഉണ്ടാകുന്നു എന്ന് കരുതിയാൽ പോലെ. അല്ല, തിരുവല്ലയിൽ മാത്രമല്ല, കഴിഞ്ഞ തവണ അടൂർ മണ്ഡലത്തിൽ, അടൂരിൽ അവസാനം CPI സ്ഥാനാർത്ഥി ജയിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമുദായത്തിൻ്റെ ഓർത്തഡോക്സുകാർക്ക് നല്ല പ്രാമുഖ്യമുള്ളൊരു സ്ഥലമാണ് അടൂർ. അടൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ആ പ്രദേശമൊക്കെ അവർക്കൊരു വലിയ പ്രാമുഖ്യമുള്ള പ്രദേശമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ചെങ്ങന്നൂരൊക്കെ അധികം ബാധിച്ചില്ല, വിഷ്ണുനാഥ് അതിനെയൊക്കെ അതിജീവിച്ചു. രമേശ് ചെന്നിത്തല പോലും 5000 വോട്ടിൽ ചുരുങ്ങിപ്പോയതിൻ്റെ ഒരു കാരണം അവിടെയുള്ള ഓർത്തഡോക്സുകാർ അദ്ദേഹത്തിനെതിരായിട്ട് പണിഞ്ഞാണ്. കുന്നംകുളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കുന്നംകുളത്ത് ജോൺ തോറ്റുപോയത് 400 വോട്ടിനാണ് ജോൺ തോറ്റതെന്ന് ആലോചിക്കണം. അവിടെ മർത്തോമക്കാരനായ ജോൺ ജയിക്കുന്നത് ഓർത്തഡോക്സുകാർക്ക് വലിയ അവമാനമായിട്ട് തോന്നി. അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ തവണ ശോഭന ജോർജിനും സീറ്റ് കൊടുത്തില്ല, പുതുശ്ശേരിക്ക് സീറ്റ് കൊടുത്തില്ല. രണ്ടുപേരോട് സമുദായത്തിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട ആളുകൾ, പിന്നെ ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. മർത്തോമാ സമുദായത്തിലെ അംഗങ്ങൾ ഒരിക്കലും ജാതീയമായിട്ട് തിരിഞ്ഞ് വോട്ട് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ സമുദായത്തിലെ അംഗങ്ങളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ ശരിയാണ്. അതുകൊണ്ടാണ് റാന്നിയിൽ സ്ഥിരമായിട്ട് മർത്തോമക്കാരനായ സ്ഥാനാർത്ഥി തോൽക്കുകയും എണ്ണത്തിൽ വളരെ കുറവുള്ള ജ്ഞാനായ യാക്കോബായക്കാർ ജയിക്കുകയും ചെയ്യുന്നത്. മർത്തോമക്കാർ ജാതി തിരിച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ഒരു യാക്കോബായക്കാരൻ അവിടെ ജയിക്കുകയില്ല. അതേപോലെ ജേക്കബ് നമ്മുടെ വർഗീസ് ജോർജ് ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും. മർത്തോമക്കാർ സമുദായം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. ബഹുഭൂരിപക്ഷം പേര് കോൺഗ്രസ്സുകാരുമാണ്. പിന്നെ ഈ മാത്യു ടി തോമസിനെ പോലെ വർഗീസ് ജോർജിനെ പോലെ കുറച്ച് പേര് മാത്രമാണ് മറ്റു വിഭാഗത്തിന് പോയിട്ടുള്ളത്. ഞാൻ ആരെ ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. പക്ഷേ ഈ മകൻ കൂടിയാണ്, വൈദികൻ്റെ മകനാണ് അദ്ദേഹം. ഒരു വളരെ പയസ്സായിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്യു ടി തോമസ് ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് ഇവരായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാറ്റഗറിയാണ്. ഞാനിപ്പോൾ അതിലേക്കെല്ലാം പോകണം, നമ്മൾ വിഷയം അതില്ലല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ജേക്കബ് ജോർജ് പോലും സമ്മതിക്കും. സമുദായ അംഗങ്ങൾക്ക്, ജേക്കബ് ജോർജ് അടക്കമുള്ളവർക്ക് ഇങ്ങനെ സാമുദായികമായിട്ട് ചിന്താഗതി ഇല്ലെങ്കിലും ഈ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത എന്ന് പറഞ്ഞ ആൾക്ക് വളരെ വ്യക്തമായ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് വളരെ ഖണ്ഡിതമായ നിലപാടുകളുണ്ട് വ്യക്തിപരമായിട്ട്. ഇപ്പോൾ ഫിലിപ്പോസ് തോമസിൻ്റെ കാര്യം ഇവിടെ നമ്മുടെ ഇദ്ദേഹം പറഞ്ഞല്ലോ. ഫിലിപ്പോസ് തോമസ് പഠിച്ചപ്പോൾ സഭ സപ്പോർട്ട് ചെയ്തില്ല. ശരിയാണ്. കാരണം എന്തറിയോ, ഈ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ആറന്മുള വിമാനത്താവളത്തിൻ്റെ പ്രധാന വക്താവാണ്. ഇതിന് വക്താക്കൾ 3 പേരാണ്. ഒന്ന് ശിവദാസ് നായർ, മറ്റത് മാർത്തോമ മെത്രാപ്പൊലീത്ത, മറ്റത് ആൻഡോ ആൻ്റണി, പിന്നെ PJ കുര്യൻ. ഈ 4 പേരാണ്. 4 പേർക്ക് ആറന്മുളയിൽ വിമാനത്താവളം കൂട്ടുന്നേ മതിയാവുള്ളൂ. അതിനെ ശക്തമായി എതിർത്ത ആളാണ് ഫിലിപ്പോസ് തോമസ്. അതുകൊണ്ടാണ് മാർത്തോമ മെത്രാപ്പൊലീത്ത അദ്ദേഹം എതിർത്തത്. സമുദായ അംഗമാണ്, എന്നിട്ട് പോലും എതിർത്തു. കാരണം ആൻഡോ ആൻ്റണി വിമാനത്താവളത്തിൻ്റെ ആളാണ്, ഫിലിപ്പോസ് തോമസ് സമുദായക്കാരനാണ്, സഭാംഗമാണ്, പക്ഷേ വിമാനത്താവളത്തിൽ എതിർക്കുന്ന ആളാണ്. ശക്തമായി എതിർത്തു. അത് ഒരു വോട്ടും കിട്ടരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാലും സമുദായക്കാർ വോട്ട് ചെയ്യാതിരിക്കാതെ വേറെ കാര്യം. സമുദായാംഗങ്ങളൊന്നും മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞാലും കേൾക്കൊന്നുമില്ല. പഴയ കാലമൊന്നുമില്ല, പണ്ട് കാലത്ത് പോലും കേൾക്കില്ല, ഇന്നത്തെ കാലത്ത് ഒട്ടും കേൾക്കില്ല. ഒരു പട്ടി കുറുക്കം പോലും കേൾക്കില്ല. ശരി, അങ്ങനെയാണ് താങ്കൾ. കാലമൊക്കെ ഒരുപാട് മാറി. ശ്രീ വർഗീസ് ജോർജ്, ഇങ്ങനെ ഓരോ സാമുദായിക നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ഒടുവിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതൃത്വത്തിൻ്റെ അതൃപ്തിക്ക് പാത്രമാവുക, അതിനെ ചൊല്ലിയുള്ള വിഴുപ്പലക്കൽ, ഇതൊക്കെ UDF-നെ സംബന്ധിച്ച് പുതിയതല്ല. ഇതൊക്കെ പരിഹരിച്ചു പോകാനുള്ള സംവിധാനമില്ലേ? എന്തുകൊണ്ടാണ് ഇനി തിരുവല്ലയിൽ എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നൊക്കെയുള്ളത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ അടിയന്തരമായ ഒരു സമവായം എന്നുള്ള നിലയ്ക്ക് JDU അടക്കമുള്ള പാർട്ടികൾ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കുമോ? അഭിലാഷേ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തിരുവല്ലയിലെ പോളിറ്റിക്സ് ജാതി മത നിരപേക്ഷ ഒന്നുമല്ല. എല്ലാ സഭകളും ജാതികളും സൗകര്യം പോലെ അതെല്ലാം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2004 ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ജയശങ്കർ അന്നൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അന്ന് ജയശങ്കർ നല്ല പേര്, രാജലക്ഷ്മി എന്നാണ് പേര്, രാജേശ്വരി. ഒരു ബ്രില്യൻ പീസ് ഓഫ് ആർട്ടിക്കിളാണ്. അതിനകത്ത് ജയശങ്കർ പറയുന്നത് എങ്ങനെ തിരുവല്ലയിലെ ജാതിമത വർഗീയ ശക്തികൾ എല്ലാവരും കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നെ പരാജയപ്പെടുത്തിയെന്നാണ്. എല്ലാ സഭകളും സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം. നൈനാൻ കോശി എങ്ങനെയാണ് പരാജയപ്പെട്ടത്? നൈനാൻ കോശി 1000 വോട്ടിനാണ് പരാജയപ്പെടുന്നത്.
980 ബൂത്തുണ്ട്. ഒരു ബൂത്തിൽ ഒരു വോട്ട് വെച്ചുണ്ടെങ്കിൽ നൈനാങ്കോശി പരാജയപ്പെടത്തില്ല. അന്ന് നൈനാങ്കോശിയെ പരാജയപ്പെടുത്തുന്നതിന് സഭകളുടെ ഔദ്യോഗിക നേതൃത്വം മൗനാനുവാദം കൊടുത്തു. അതുകൊണ്ട് തിരുവല്ലയിൽ നമ്മളിപ്പം കാണുന്നത് സെക്യുലർ പൊളിറ്റിക്സിൻ്റെ പരാജയമാണ്. ഒരു മതേതര രാഷ്ട്രീയത്തിൻ്റെ പരാജയം നമ്മൾ കാണുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു. ആ സ്ഥാനാർത്ഥികളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവാതെ സഭയുടെയും അവാന്തര വിഭാഗങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ആ അച്ചടക്ക ലംഘനം നടത്തുന്നത് വളരെ ഗുരുതരമായ ഒരു പെശകാണ്. അതുകൊണ്ട് ഈ ഒരു സെക്യുലർ പൊളിറ്റിക്സിനെ വീണ്ടെടുക്കാനായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഈ അച്ചടക്കത്തിൻ്റെ പാതയിൽ വന്ന് UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഒരു സമവായം ഉണ്ടാവുകയില്ല. അല്ലാതെ സമവായം ഉണ്ടാകില്ല, അത് വ്യക്തമാണ്. ശ്രീ രാജു പുളിമ്പള്ളിൽ, ഇവിടെ ഇങ്ങനെ സാമുദായികമായ നിറം ഈ തർക്കത്തിന് വരുന്നുണ്ട്. കഴിഞ്ഞ തവണ ഓർത്തഡോക്സ് സഭ എടുത്ത നിലപാടിനോടുള്ള ഇത്തവണത്തെ മാർത്തോമാ സഭയുടെ പ്രതികരണമായി ഇതിനെ കാണുന്നവരുണ്ട്. അതേസമയം ഇപ്പോൾ വിമതനായി രംഗത്ത് വരുന്ന ആളായ താങ്കളാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയുടെ ട്രസ്റ്റി കൂടിയാണ് എന്നാണ്. എന്താണ് ഇക്കാര്യത്തിലെ താങ്കളുടെ കാഴ്ചപ്പാട്? എന്താണ് ഇക്കാര്യത്തിലെ താങ്കളുടെ സാമുദായിക പക്ഷപാതം? തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൻ്റെ ഇടപെടലുകൾ എൻ്റെ അറിവിൽ കുറവാണ്. കാരണം ഞാനൊരു പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്ന കാലഘട്ടത്തിലാണ് വിക്ടർ ടി തോമസ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. അന്ന് സമുദായം എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരുന്നു. അതുപോലെ നാം ചിന്തിക്കേണ്ടതാണ്, മാമൻ മത്തായി തിരുവല്ലയിൽ നിന്ന് ജയിച്ച ആളാണ്. അതുപോലെ തന്നെ പാർലമെന്റിലേക്ക് ആന്റോ ആന്റണി, അദ്ദേഹം ഓർത്തഡോക്സും അല്ല മർത്തവുമായും അല്ലല്ലോ, അദ്ദേഹം അവിടെ ജയിച്ചില്ലേ. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ ആർ ബാലകൃഷ്ണപിള്ള പാർലമെന്റിൽ നിന്ന് ജയിച്ചു. അതിൽ തിരുവല്ലയ്ക്ക് വലിയ പങ്കുണ്ട്. ജോൺ ജേക്കബാണ് അദ്ദേഹത്തെ കൊണ്ടൊന്ന് ജയിപ്പിച്ചത്. അന്നൊന്നും ഓർത്തഡോക്സ് സഭയ്ക്കോ അല്ലെങ്കിൽ മർത്തോമാ സഭയ്ക്കോ ഒന്നും അതിനകത്ത് വലിയ റോളില്ല. ഇന്നും ആ റോളുകളൊന്നും അവിടെ ഇല്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികനോ ഒരു മെത്രാപ്പോലിത്തയോ എന്നോട് പറഞ്ഞിട്ടില്ല പുതുശ്ശേരിക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പം അതിൽ നമ്മൾ വ്യക്തമാകുന്ന ചുമ്മാതെ ഓർത്തഡോക്സ് സഭ അത് പറഞ്ഞു, മർത്തോമാ സഭ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊന്നും ഒരു അർത്ഥവുമില്ല. ഞാൻ ഓർത്തഡോക്സ് സഭയുടെ മാത്രം വോട്ട് നോക്കിയല്ല നിൽക്കുന്നത്. അല്ല, ശരി, താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ PJ കുര്യനെ സംബന്ധിച്ച് ജോസഫ് എം പുതുശ്ശേരിയുമായി നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട്. പൊതുചടങ്ങുകളിൽ വെച്ച് പോലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള യാത്രയുടെ സ്വീകരണം തിരുവല്ലയിൽ നടന്നപ്പോൾ ജോസഫ് എം പുതുശ്ശേരിയെ വേദിയിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുക തന്നെ ഉണ്ടായി PJ കുര്യൻ. എന്നിരുന്നിട്ടും PJ കുര്യൻ്റെ കൂടി താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ച് അദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിച്ചതിന് ശേഷം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഇത് ആദ്യം പരിഗണിക്കേണ്ടത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, KPCC അധ്യക്ഷൻ VM സുധീരനാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഈ കോൺഗ്രസിനകത്തെ പ്രശ്നം PJ കുര്യൻ എങ്ങനെ ഇത്തരം ഒരു നിലപാടെടുക്കാൻ കഴിയുന്നു? ഒന്നുകിൽ ഉമ്മൻചാണ്ടി അനുവദിച്ചിട്ടാവണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ചിട്ടായിരിക്കണം. അതുപോലെ KPCC പ്രസിഡന്റിനെയും. അല്ല, ഇത് കേരള കോൺഗ്രസിന് കൊടുത്ത ഒരു സീറ്റാണ്. ആ സീറ്റിൽ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പറയാൻ എന്ത് ന്യായീകരണമാണുള്ളത്? എന്ത് ജനാധിപത്യ മര്യാദയാണുള്ളത്? ഒരു കാരണവശാലും യാതൊരാൾക്കും PJ കുര്യന്റെ നിലപാടിനെ അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ PJ കുര്യൻ ഉണ്ടല്ലോ, ഇത്രയും കാലം അദ്ദേഹം മർത്തോമാ സഭയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ വലിയ പന പോലെ വളർന്നു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. എത്ര മർത്തോമക്കാർ അവിടെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാർ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നോക്കണേ, അപ്പോ വളർന്നു വരുന്ന നേതാക്കന്മാരെ ഒന്നും വളർത്താൻ അനുവദിക്കാത്ത ഒരു പാരമ്പര്യം കൂടി. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ കാര്യം നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചില്ലേ, 2004 അവസാന നിമിഷം വരെ രമേശ് ചെന്നിത്തല നോക്കി നിന്ന കാര്യം എനിക്കറിയാം. PJ കുര്യൻ വരും എന്ന് വിചാരിച്ചിട്ട് അന്നില്ല, ഒരു ഫോട്ടോയ്ക്ക് മാത്രമായിരുന്നു രമേശ് ചെന്നിത്തല നോക്കിയിരുന്നത് അവസാന നിമിഷം വരെയും. പിന്നീട് രമേശ് ചെന്നിത്തല സ്ഥലം വിട്ട ശേഷം ആ മാത്രമാണ് അവിടെ എത്തിച്ചേരുന്നത് മാത്രം പ്രസംഗിച്ചു. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രമേശ് ചെന്നിത്തലയോടൊപ്പം വേദിയിൽ പങ്കിടാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ഒരാളാണ് ഇതുപോലെയുള്ള ഈർവാണ പ്രസംഗങ്ങൾ നടത്തുന്നത് എന്ന് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയം
രാഷ്ട്രീയം പ്രായമേറെ ചെന്നവർക്ക് അധികാരമോഹം കൂടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ശരി, കണ്ടുവരുന്നത്. അതാണ് താങ്കൾ വിമർശനാത്മകമായി കാണുന്നത്. ശ്രീ വിക്ടർ ടി തോമസ്, താങ്കൾ ജില്ലാ പ്രസിഡന്റാണ് പാർട്ടിയുടെ. താങ്കളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് തിരുവല്ലയിൽ 2 ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ PJ കുര്യൻ എടുക്കുന്ന നിലപാടിനെ, കോൺഗ്രസിലെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം എടുക്കുന്ന നിലപാടിനെ ശക്തമായി ചെറുക്കേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കാണുള്ളത്. താങ്കൾ അതിന് തയ്യാറാകുന്നുണ്ടോ, അതോ ഇക്കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമാണോ താങ്കളും? എന്നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റും UDFിൻ്റെ ജില്ലാ ചെയർമാനുമാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് UDFിലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസിനെ എടുത്തുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കത്തില്ല. അവിടെ കോൺഗ്രസും അല്ലെങ്കിൽ മറ്റ് ആളുകളും UDFിൻ്റെ പ്രവർത്തകരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്ത് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് സെറ്റിൽ ചെയ്ത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നുള്ളതാണ്. അതിന് ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഫോർമുല കണ്ടെത്തി എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണമെന്നുള്ള അഭിപ്രായം വന്നിരിക്കുന്നത്. അതെ, ആ ഫോർമുല കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി സംസാരം ജോസ് കെ മാണി PJ കുര്യനെ സന്ദർശിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ലല്ലോ. ശ്രീ വിക്ടർ ടി തോമസ്, താങ്കൾ മനസ്സിലുള്ളത് തുറന്നു പറയൂ. ഈ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ മതിയോ എന്ന്, ജോസഫ് പുതുശ്ശേരി മാപ്പ് പറഞ്ഞാൽ മതിയോ എന്ന്. ഒരു അനുഭവസ്ഥനാണ് ഞാൻ. അതെ, ആയിക്കൊള്ളട്ടെ. ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഫോർമുല താങ്കളുടെ മനസ്സിലുണ്ടോ? 2 തെരഞ്ഞെടുപ്പിനും പരാജയപ്പെട്ട ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരാജയം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ത്യാഗം ചെയ്തത്. ആ ത്യാഗം ചെയ്തിട്ടും അത് പ്രയോജനപ്പെടണം പാർട്ടിക്കും UDFിനും. അത് നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെടരുതെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട്, കേരള കോൺഗ്രസ് ഫൈറ്റ് ചെയ്തുകൊണ്ടോ ഘടകകക്ഷികളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടോ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ പത്തനംതിട്ട ജില്ലയിലെ UDFിൻ്റെ ഉരുക്കുകോട്ടെ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് തിരുവല്ല, അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു മാനസിക ഐക്യം ഉണ്ടാക്കിയെടുക്കുവാൻ, ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ UDF നേതൃത്വം ഒറ്റക്കെട്ടായി ഇടപെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൽ ശ്രീ വിക്ടർ ടി തോമസ്, താങ്കൾ ഈ പറയുന്ന സമവായം, ഫോർമുല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? താങ്കളുടെ മനസ്സിൽ അത് ഉണ്ടാകുമല്ലോ. PJ കുര്യനും അതുപോലെ തന്നെ താങ്കൾക്കുമൊക്കെ ജോസഫ് M പുതുശ്ശേരി എന്തു ചെയ്താൽ മതിയാകും? എന്തായാലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക എന്നുള്ളത് ഇനി സാധ്യമായിരിക്കുകയില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ അദ്ദേഹം എന്തു ചെയ്താൽ അദ്ദേഹത്തോട് പൊറുക്കാൻ സാധിക്കും? അദ്ദേഹത്തോട് ഞാൻ പുറത്തിരിക്കുന്ന ഒരാളാണ്. അതിനകത്ത് എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എന്ത് വേദനയുള്ളതാണെങ്കിലും ആ വേദന സഹിച്ച് പുറത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു വിഷയമില്ല ഇവിടെ. ഇത് പൊളിറ്റിക്കലായി പാർട്ടിയുടെ സീറ്റ് നിലനിർത്തണം. ആ സീറ്റ് നിലനിർത്താൻ UDFിൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനത്തിനകത്ത് വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ വേദന ഉണ്ടായിട്ടുണ്ട്. ആ UDF പ്രവർത്തകരെ അത് ബോധ്യപ്പെടുത്തണം, ആ തെറ്റ് തിരുത്തണം. അത് തിരുത്തി മുന്നോട്ട് പോകുന്ന അവരുടെ മനസ്സിലെ വേദനകൾക്ക് ഒരു അയവ് വരുത്തുവാനായിട്ടുള്ള UDF നേതൃത്വം ഒരുമിച്ച് നിന്ന് ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും പാർട്ടി നേതൃത്വം അത് ചർച്ച ചെയ്ത് അതിനെന്താ പരിഹാരമെന്ന് കാണണം. ശരി, താങ്കൾ അത് കോൺക്രീറ്റ് ആയിട്ട് പറയുന്നില്ല. തുടരുക ശ്രീ വിക്ടർ ടി തോമസ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ ദോഷേക ദൃക്കുകൾ പറയുന്നത് ഓർത്തഡോക്സ് സഭയുമായി ഒരു അടിയുണ്ടാക്കി മധ്യ കേരളത്തിൽ UDFിന്റെ സാധ്യതകൾ ഇല്ലായ്മ ചെയ്യാനാണ് PJ കുര്യന്റെ താല്പര്യം എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അല്ല, PJ കുര്യനെ സംബന്ധിച്ചിടത്തോളം വലിയ മോഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയെ ഡീപ്പോസ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയാണെന്ന് പോലും ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ ഇദ്ദേഹം വലിയ ഒരു കുതിരപ്പന്തയ ഓട്ട വിദഗ്ധനായി, അല്ല വലിയ ഒരു കുതിരപ്പന്തയം ജയിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത്ര വലിയ പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല അഭിലാഷ്, ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അതിന്. അതുപോട്ടെ, ഇവിടുത്തെ പ്രശ്നമല്ല. ഇപ്പോൾ വിക്ടർ ടി തോമസ് പറഞ്ഞതെന്ന് വെച്ചാൽ സംഭവം ലളിതമാണ്. ജോസഫ് പുതുശ്ശേരി ആ സീറ്റ് വേണ്ടെന്ന് വെക്കണം, പിന്നെ 101 ഏത്ത വിടണം. അതാണ് കുര്യനും വിക്ടർ ടി തോമസും അതുപോലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ചെയ്യാവുന്ന ഇതിന് ഒറ്റ പരിഹാരം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പണ്ട് പത്രാധിപർ സുകുമാരൻ, കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന സുകുമാരൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു കപ്പലിൽ കയറ്റിയിട്ട് ഈ PJ കുര്യനെ പുറംകടലിൽ കൊണ്ടുപോയിട്ട് കപ്പലേപ്പാട്ടിന് മുക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം തീരും. അങ്ങനെയാണ് അക്കാര്യത്തിൽ അതിനെ താങ്കൾ കാണുന്നത്. ശ്രീ രാജു, ഇപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിത്വം താങ്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. താങ്കൾ UDFിന് ജയിക്കാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. LDF ജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ഏത് സാഹചര്യത്തിൽ താങ്കൾ പിൻവലിക്കും? ഞാൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറി ജോസഫ് M പുതുശ്ശേരിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് താങ്കൾ പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ സ്ഥാനാർത്ഥിയായത് പിൻവലിക്കാൻ വേണ്ടിയല്ലല്ലോ. അപ്പോൾ പിൻവലിക്കുക എന്നുള്ളൊരു
ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയായത്, ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. പിൻവലിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. താങ്കൾക്ക് ആരുടെയൊക്കെ പിന്തുണ ഉണ്ടാകും? താങ്കൾക്ക് പി ജെ കുര്യന്റെ പിന്തുണ ഉണ്ടാകുമോ? താങ്കൾക്ക് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമോ? താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടാകുമോ? എനിക്ക് ആരുടെയും പിന്തുണ ഞാൻ നിഷേധിക്കത്തില്ല. ആര് പിന്തുണ തന്നാലും ഞാൻ അത് സ്വീകരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഘടകകക്ഷിയുടെ പിന്തുണയുണ്ട്, എൻ്റെ മാതൃസംഘടനയായ കേരള കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, LDFിൽ നിന്ന് എനിക്ക് ശക്തമായ പിന്തുണയുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇവിടെ അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ മാത്യു ടി ഒരു ക്ലീൻ ഇമേജുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഒരു MLAയിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ശരി, അതുകൊണ്ട് ആ മണ്ഡലത്തിൽ താങ്കൾ ജയിക്കും എന്നാണ് താങ്കളുടെ ആത്മവിശ്വാസം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും ആത്മവിശ്വാസം അവർ ജയിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും തിരുവല്ല UDFന് ഒരു കീറാമുട്ടിയാവുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ വർഗീസ് ജോർജ്, ശ്രീ വിക്ടർ ടി തോമസ്, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ A. സജീവൻ.